വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വപ്നം കാണണം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. വീണു പോകുന്നത് തെറ്റൊന്നുമല്ല, എന്നാൽ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട, അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പുറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയിച്ചു തന്ന് സഹായിക്കാനാണ്. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ല. മുന്തിരികൾ ഞെക്കിപ്പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല, പൂക്കളെ ഞെരുക്കാതെ പെർഫ്യൂമും ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭയപ്പെടാതിരിക്കുക, കാരണം അത് നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞ് നടക്കുക എന്നതുമാണ്. ആകാശത്തേക്ക് നോക്കൂ, നാം ഒറ്റക്കല്ല, പ്രപഞ്ചം മുഴുവൻ നമ്മോട് സൗഹൃദം പുലർത്തുന്നു. സ്വപ്നം കാണുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ചത് നൽകാനായി ഗൂഢാലോചന നടത്തുന്നു. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായിറങ്ങൂ, നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. ഒരു രാഷ്ട്രത്തിന്റെ നല്ല തലച്ചോറുകൾ ഒരുപക്ഷെ ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചുകളിലായിരിക്കും. മഹത്തായ ലക്ഷ്യം, അറിവ് സമ്പാദിക്കൽ, കഠിനാധ്വാനം, സ്ഥിരോത്സാഹം എന്നിങ്ങനെ 4 കാര്യങ്ങൾ പാലിച്ചാൽ എന്തും നേടാനാകും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്, അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. വിജയം ആസ്വാദികരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. ഇന്ത്യ തന്റേടത്തോടെ തലയുയർത്തി നിന്നാലേ ബഹുമാനിക്കപ്പെടൂ. ഈ ലോകത്ത് ഭയപ്പെടുത്തലുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ശക്തരെ മറ്റ് ശക്തരെ ബഹുമാനിക്കുകയുള്ളൂ. വ്യർത്ഥമായ ആനന്ദങ്ങൾക്ക് പിന്നാലെ പോകാതെ ശക്തമായ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സ്വയം അർപ്പിക്കുക. യുവാക്കൾക്കുള്ള എന്റെ സന്ദേശം: ധീരരായിരിക്കുക, വ്യത്യസ്തമായി ചിന്തിക്കുക, സ്വയം കണ്ടെത്താനുള്ള ധൈര്യം കാണിക്കുക, പുതുവഴികളിലൂടെ സഞ്ചരിക്കുക, അസാധ്യമായതിനെ കണ്ടെത്താനും പ്രശ്നങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ധൈര്യവും കൈവരിച്ച് വിജയിക്കുക എന്നതാണ്. കുട്ടികൾ വ്യത്യസ്തരാകാൻ വേണ്ടി മത്സരിക്കുമ്പോൾ അവർക്ക് ചുറ്റുമുള്ള ലോകം എല്ലാ വിധത്തിലും അവരെ മറ്റുള്ളവരെ പോലെയാക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യകുലത്തിനു ലഭിച്ചിരിക്കുന്ന സുന്ദരമായ സമ്മാനമാണ് സയൻസ്. അതിനെ വികൃതമാക്കരുത്. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ
പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുക. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്. ഒരു വിത്ത് ശബ്ദമില്ലാതെ വളരുന്നു, പക്ഷേ ഒരു മരം വലിയ ശബ്ദത്തോടെ വീഴുന്നു. നാശത്തിന് ശബ്ദമുണ്ട്, പക്ഷേ സൃഷ്ടി ശാന്തമാണ്. ഇതാണ് നിശബ്ദതയുടെ ശക്തി. നിശബ്ദമായി വളരൂ. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. നിങ്ങളുടെ കണ്ണീരിന്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. 1000 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങൾ ആയിരിക്കും. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണെന്ന് മറക്കരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണ് എന്ന് പറയരുത്. നിങ്ങളെ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളെ ഒരിക്കലും വഞ്ചിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്ന ഒരാളെ ഒരിക്കലും മറക്കരുത്. നിന്റെ ഉത്തമ സുഹൃത്ത് ആരാണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ലളിതമായി ഉത്തരം നൽകാം. മറ്റൊരാൾക്ക് വേണ്ടി എന്നെ ഒഴിവാക്കാത്ത ഒരാൾ ആരാണോ അയാളാണ് എൻ്റെ ഉത്തമ സുഹൃത്ത്. ആളുകൾ എപ്പോഴും അവരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലെ മാറ്റം ശ്രദ്ധിക്കും, പക്ഷേ അവരുടെ പെരുമാറ്റമാണ് നിങ്ങളെ മാറ്റാൻ ഇടയാക്കിയതെന്ന് അവർ മനസ്സിലാക്കില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല.